നിയമസഭാ സമ്മേളനം ആരംഭിച്ചതു മുതൽ ശബരിമല വിഷയത്തിൽ സഭയ്ക്കുള്ളിൽ കടുത്ത പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയിരുന്നത്. മുദ്രാവാക്യം വിളികളും ബാനറുകളും പാട്ടുമായി സഭ പ്രക്ഷുബ്ധമായി. എന്നാൽ ജനകീയ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുവെന്ന തിരിച്ചറിവിൽ നിന്നാണ് സഭ സ്തംഭിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിച്ചേർന്നത്. രാവിലെ ചേർന്ന UDF പാർലമെന്ററി പാർട്ടി യോഗമാണ് ഈ നയമാറ്റത്തിന് രൂപം നൽകിയത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതിയ നിലപാട് വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിഷേധം തുടരുമ്പോഴും സഭാ നടപടികളുമായി സഹകരിക്കുമെന്നും, എന്നാൽ കവാടത്തിൽ 2 MLA-മാർ സത്യാഗ്രഹം ഇരിക്കുകയാണെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടപ്പോഴും പ്രതിപക്ഷം സഭ വിട്ടിറങ്ങാനോ ബഹളം വയ്ക്കാനോ മുതിർന്നില്ല. ഇത് ശ്രദ്ധേയമാണ്. സഭയ്ക്കുള്ളിലെ ബഹളങ്ങൾക്ക് പകരം സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് UDF. കോൺഗ്രസിൽ നിന്ന് CR മഹേഷും മുസ്ലിം ലീഗിൽ നിന്ന് നജീബ് കാന്തപുരവുമാണ് സത്യാഗ്രഹം ഇരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലുണ്ടെന്നും ഇത് സ്വതന്ത്രമായ അന്വേഷണത്തെ അട്ടിമറിക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. ദേവസ്വം മന്ത്രി PN വാസവൻ രാജിവെക്കുക, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോറ്റിയെ കയറ്റിയ പാട്ടും ഭരണ പ്രതിപക്ഷ വാക്പോരും കൊണ്ട് പ്രക്ഷുബ്ധമായിരുന്ന നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഈ തന്ത്രപരമായ മാറ്റം ഭരണപക്ഷത്തെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സഭ സ്തംഭിക്കുന്നു എന്ന ആക്ഷേപം ഒഴിവാക്കാനും അതേസമയം ശബരിമല വിഷയം സജീവമായി നിലനിർത്താനും സഭയിൽ സഹകരണം, പുറത്ത് സമരം എന്ന നിലപാടിലൂടെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.